إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ആ വിചാരണാ ദിവസം അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും അമൂല്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നോമ്പിന്റെ ആദ്യ ദിനങ്ങളിൽ നമസ്കാരവും ഖുർആൻ പാരായണവും സൽക്കർമ്മങ്ങളുമായി സജീവമായിരുന്ന ആളുകൾ, നല്ല ഉഷാറായ ചില ആളുകളെ നോമ്പിന്റെ ആദ്യകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ചില ആളുകൾ നോമ്പിന്റെ അവസാനത്തിലെത്തുമ്പോൾ അവർ ക്ഷീണിക്കുകയും ഇബാദത്തുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും അങ്ങാടികളിലും ഷോപ്പിങ്ങുകളിലും അതുപോലെയുള്ള ദുനിയാവിന്റെ കാര്യങ്ങളിലൊക്കെ ആരാധനകളിൽ നിന്ന് മാറി നിന്ന് മറ്റു കാര്യങ്ങളിൽ സജീവരാകുന്ന ആളുകൾ, യഥാർത്ഥ ബുദ്ധിമാൻ ആയ ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനെ ആവുകയില്ല.
ഈ വിലമതിക്കാനാകാത്ത ഈ നിമിഷങ്ങളെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾക്ക് വേണ്ടി ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രവാചകൻ ഉപയോഗിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ആദ്യത്തെ 2 പത്തുകളിൽ നിന്ന് ചെയ്തതിനേക്കാൾ ഏറ്റവും മികച്ച അധ്വാനം, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ല പുണ്യ സൽക്കർമ്മങ്ങൾ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ അവിടുന്ന് കാഴ്ചവെച്ചിരുന്നു എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത അത്രയും കഠിനമായ പരിശ്രമം അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അല്ലാഹുവായിട്ടുള്ള ബന്ധത്തിൽ അത് കുറവ് വരാതിരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പത്നിമാരിൽ നിന്ന് പോലും ഭാര്യമാരിൽ നിന്നും അവിടുന്ന് വിട്ടുനിന്ന് ആരാധനകളിൽ മാത്രമായി മുഴുകിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. അല്ലാഹുവായുള്ള ആ ബന്ധത്തിലെങ്ങാനും എന്തെങ്കിലും കുറവ് വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. عن عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم إذا دخل الأشهر شد مئزره, അവരുടെ പ്രവാചകൻ അവസാനത്തെ 10-ലാകുമ്പോൾ അരമുണ്ട് മുറുക്കി കൊടുക്കും. എന്നിട്ടോ അവിടുന്ന് രാത്രിയെ പ്രവാചകൻ സജീവമാക്കും, രാത്രി അവിടുന്ന് ജീവിപ്പിക്കും. പകലിനേക്കാളും കൂടുതൽ രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ ചെയ്യും. കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഒറ്റക്കല്ല, കുടുംബത്തെയും കൂട്ടിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ ചെയ്തിരുന്നത്. ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് കുടുംബത്തെ കൂട്ടുകയില്ല, ആഖിറത്തിന്റെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ. റമളാനിലെ അവസാന 10 അല്ലാത്ത കാലത്ത് നിന്ന്, മറ്റുള്ള കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അവസാന കാലത്തിൽ അവിടുന്ന് അല്ലാഹുമായിട്ടുള്ള ആ ഒരു സ്മരണയും ദിക്റുകളും നമസ്കാരങ്ങളും ദുആകളും ഖുർആൻ പാരായണങ്ങളും അടക്കമുള്ള ഇബാദത്തുകളെല്ലാം വർദ്ധിപ്പിക്കുമായിരുന്നു എന്നതിനാണ് ഈ ഹദീസ് നമുക്ക് തെളിവായിട്ടുള്ളത്. റമളാൻ അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരിക്കലും നമുക്കൊരു നഷ്ടബോധം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, എനിക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന ആ ഒരു കുറ്റബോധം, ആ ഒരു നഷ്ടബോധം നമുക്കുണ്ടാകാൻ പാടില്ല. അതൊരു വേദനയായി മാറാതിരിക്കാൻ ശേഷിക്കുന്ന സമയത്തെ, ഇനി വരുന്ന ദിവസങ്ങളിലെ ആ ദിവസങ്ങളെ ബോധപൂർവം പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നൊരു പ്രാർത്ഥന, അവിടുന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരി കുല്ലിഹാ, അല്ലാഹുവേ സകല കാര്യത്തിലും ഞങ്ങളുടെ പര്യവസാനം നീ നന്നാക്കി തരണമേ. വഅജിർനാ മിൻ ജിസി ദുനിയാ, ഞങ്ങളുടെ ദുനിയാവിന്റെ ഭൗതിക ലോകത്തിലെ ആ ഭൗതിക ലോകത്തിലെ നിന്യതയിൽ നിന്നും, വഅദാബിൽ ആഖിറ, പരലോകത്തിലെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് അത് പറഞ്ഞത്? അല്ലാഹുവേ സകലമായ ഞങ്ങളുടെ കാര്യങ്ങളിലും അതിന്റെ പര്യവസാനം നീ ഞങ്ങൾക്ക് നന്നാക്കി തരണേ എന്നാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അവസാനം നീ ഞങ്ങൾക്ക് നന്നാക്കി തരണം.
പരിശുദ്ധ റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കണം. അതിന്റെ അവസാനത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ, കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ, ദിക്റുകൾ ചെയ്യാൻ, നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം നടത്താൻ, ഇങ്ങനെ അതിന്റെ അവസാനത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ അല്ലാഹുവിനോട് ചോദിക്കുക. അതിന് തൗഫീഖ് ഉണ്ടാകുക എന്നതാണ്. അത് എല്ലാവരും കൊണ്ട് സാധിക്കുന്നതല്ല. അത് അല്ലാഹു അവന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു ഭാഗ്യമാണ്. അത് ചോദിക്കണം റബ്ബിനോട്. അതുകൊണ്ട് തന്നെ അവസാന പത്തിൽ ആദ്യത്തിനേക്കാൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. കാരണം കർമ്മങ്ങൾ അതിന്റെ അവസാനം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. ആദ്യത്തെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടല്ല. ദീർഘമായ ഒരു ഹദീസിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കാണാം: വഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. നിശ്ചയമായും കർമ്മങ്ങൾ അതിന്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുക. അതിന്റെ അവസാനം നന്നാകണം. ആദ്യത്തിൽ നന്നായിട്ട് കാര്യമില്ല. അവസാനം നന്നായാൽ അല്ലാഹു ആ അവസാനത്തിന്റെ അത് നോക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ പ്രതിഫലങ്ങൾ അല്ലാഹു നിശ്ചയിക്കുക എന്നതാണ്. അതുകൊണ്ട് റമദാനിന്റെ ആദ്യ ദിനങ്ങൾ നന്മയിൽ സജീവമാകുകയും അവസാന സമയങ്ങളിൽ അങ്ങാടികളിലും മറ്റുമായി നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുക എന്ന ആ ഒരു രീതി നമ്മളിൽ ഉണ്ടാകരുത്. അങ്ങനെ നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളോട് ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ, ഇനി വരുന്ന ഈ ദിനങ്ങളെ നമ്മൾ ക്രിയാത്മകമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഅ്തികാഫിരിക്കുക എന്നത്. അല്ലാഹുവുമായിട്ടുള്ള ആത്മബന്ധം ദൃഢമാക്കുവാനും നമസ്കാരം, അതുപോലെ ഖുർആൻ പാരായണം, അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ സൃഷ്ടികളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ്. എന്നിട്ട് പള്ളിയിൽ പോയി ഭജനമിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി അതിനു വേണ്ടി മാറ്റിവെച്ച ഇബാദത്തുകൾക്ക് വേണ്ടി പള്ളിയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം: കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫു ഫീ കുല്ലി റമളാനി 10 അയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. فلما كان العام الذي قبل فيه اعتكافا 20 يوما. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടം, അവസാനത്തെ റമദാൻ, പ്രവാചകൻ ഈ ലോകത്തോട് മരണപ്പെടുന്ന ആ വർഷത്തിലെ റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്താൻ, പള്ളിയിൽ വചനമിരിക്കാൻ, നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പുരുഷന്മാർക്ക് മാത്രമല്ല ഇഅ്തികാഫുള്ളത്, സ്ത്രീകൾക്കും പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവിടുന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിലും പ്രവാചകന്റെ മരണശേഷവുമെല്ലാം ഇഅ്തികാഫിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം: കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹു സുമ്മ അഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. അവിടുന്ന് മരണം വരെ റമളാനിലെ അവസാന പത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ആ പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാർ അദ്ദേഹത്തിന്റെ മരണശേഷവും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. ആണുങ്ങൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പള്ളിയിൽ വന്ന ഇബാദത്തുകളിൽ മുഴുകി അവർക്കും ആ ദിവസങ്ങളെ സജീവമാക്കാൻ സാധിക്കാം. പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ ലഭിക്കാവുന്ന ആ ഒരു സമയം അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ അവസാനത്തെ ദിനരാത്രങ്ങളിൽ. അതുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഏറെ പുണ്യമുള്ള ആ കർമ്മത്തിനോട് ഇന്ന് പലപ്പോഴും മുസ്ലിങ്ങൾ അത്തരം ആരാധനാകർമ്മങ്ങളിലൂടെയൊക്കെ അതിനോടൊക്കെ മാറി നിൽക്കുന്ന ഒരു നിലപാടാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിലെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുടെ മനോഭാവം. ജുമുഅ നിർവഹിക്കുന്ന ഏത് പള്ളിയിലും ഇഅ്തികാഫിരിക്കാം. 10 ദിവസം മുഴുവനും അതിനായി മാറ്റിവെക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ഇഅ്തികാഫിരിക്കാം. 10 ദിവസം ഇരിക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ പരിപൂർണമായും 10 ദിവസം ഇരിക്കുക. അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. കാരണം ഈ 10 ദിവസങ്ങളിൽ ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ വരിക എന്നത് നമുക്കറിയില്ല. 10 ദിവസം ഇരിക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്തായാലും ലഭിക്കും. പിന്നെ മറ്റുള്ള ദിവസങ്ങളൊക്കെ സാധ്യതകളാണ്. അതുകൊണ്ട് രാത്രി മാത്രം കഴിയുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെ ഇരിക്കണം. നമുക്ക് ഒഴിവുള്ള സമയം ഏതാണ്, അങ്ങനെ ആ സമയങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നവരാണ് അങ്ങനെ ഇരിക്കണം. ആ സമയങ്ങളിൽ ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കുക. രണ്ടാമതായി ഈ അവസാന 10ന്റെ ശ്രേഷ്ഠത എന്നത് ലൈലത്തുൽ ഖദ്ർ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാകും റമളാനു ശഹ്റു മുബാറകുൻ. നിങ്ങൾക്കിതാ അനുഗ്രഹീതമായ ഒരു മാസം റമളാൻ വന്നെത്തിയിരിക്കുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. അതിൽ ആ റമളാൻ മാസത്തിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട് എന്നാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രി. ഏകദേശം 85-83 വർഷം. അത്രയും വർഷം നമ്മൾ ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്തു തീർത്താലും ലഭിക്കാത്ത അത്രയും പുണ്യം ലഭിക്കുന്ന ഒരൊറ്റ ദിവസം. ആ ദിവസം നമുക്ക് ലഭിച്ചാൽ അത് തന്നെ മതിയാകുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ആ അനുഗ്രഹീതമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നിർണയത്തിന്റെ രാത്രി, ഖദ്റിന്റെ രാത്രിയിലാണ് അതിനെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു എന്നാണ്. മുന്നറിയിപ്പായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. സ്വർഗമുണ്ട്, നരകമുണ്ട്, പരലോകമുണ്ട്, ഖബറിലുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യർക്കുള്ള പാരത്രികമായ മുന്നറിയിപ്പുകൾ, അതുപോലെ ദുന്യവിയായ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ സൂചനകൾ നൽകുന്ന പരിശുദ്ധ ഗ്രന്ഥം. ആ വേദഗ്രന്ഥം ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്ർ എന്ന ഏറ്റവും പുണ്യമേറിയ ദിനത്തിലാണ് ആ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം. അതുകൊണ്ടാണ് അതിന് അത്രയും പവിത്രതയുള്ളത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇത് അവസാന 10ലെ ഒറ്റയായ രാവിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നി ഉരീതു ലൈലത്തുൽ ഖദ്രി സുമ്മ ഉൻസിതുഹാ. എനിക്ക് ലൈലത്തുൽ ഖദ്ർ കാണിക്കപ്പെട്ടു, പിന്നെ എനിക്കത് മറക്കപ്പെടുകയും ചെയ്തു. എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹയി നൽകിയിട്ടുണ്ട്. കറക്റ്റ് ഡേറ്റ് എന്നാണ് എന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചു തരികയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്നിൽ നിന്ന് മറപ്പിക്കപ്പെടുകയും ചെയ്തു. ജനങ്ങൾക്ക് അത് മാത്രം പറഞ്ഞു കൊടുത്താൽ ആ ദിവസം മാത്രം സജീവമാകും, മറ്റുള്ള ദിവസത്തിൽ അശ്രദ്ധരാകും. അതുകൊണ്ടാണ് അത് അറിയിക്കപ്പെടാതിരുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു,
നിങ്ങൾ അവസാന 10 ഒറ്റയിട്ട ദിനങ്ങളിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഒറ്റയിട്ട രാവിലാണ് അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നതാണ്. എന്നാൽ അതിന്റെ അർത്ഥം ഇരട്ടയായ ദിനങ്ങളിൽ അത് ഉണ്ടാവുകയില്ല എന്നല്ല. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒറ്റയിട്ട രാവിലാണ്. ഏത് ദിനമാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവസാന 10 എല്ലാ ഒറ്റയിട്ട രാവിലും പള്ളികളിൽ ഇരുന്ന് നമസ്കാരവും ഖുർആൻ പാരായണവും അങ്ങനെയുള്ള ഇബാദത്തുകൾ നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം പള്ളിയിൽ പോകാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കും അതുപോലെ മറ്റുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വീട്ടിൽ വെച്ചും ഈ ദിനരാത്രങ്ങൾ സജീവമാക്കാം. ആ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം അവർക്ക് ലഭിക്കും. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ നമ്മൾ വർദ്ധിപ്പിച്ച് ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നീ മാപ്പ് നൽകുന്നതിനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, എന്നോട് നീ മാപ്പ് നൽകണമേ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത് തരണേ എന്ന ആ ഇസ്തിഗ്ഫാറിന്റെ ദുആ, ആ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അധികരിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ദിവസങ്ങൾ. അത് നമ്മൾ പള്ളിയിലാണെങ്കിലും കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും അങ്ങാടികളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ഏത് സമയങ്ങളിലാണെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് അധികരിച്ചു വരേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. ആത്മാർത്ഥമായി മനമുരുകി മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക, റബ്ബേ, പാപിയാണ്, ദോഷിയാണ്, തിന്മകൾ ചെയ്തവനാണ്, ധാരാളം പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ സകലമായ സമയങ്ങളിലും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ റബ്ബേ, മാപ്പാക്കുന്നവനെ, പൊറുക്കുന്നവനെ, പാപങ്ങളെ മായ്ച്ചു കളയുന്നവനായ റബ്ബേ, അതിഷ്ടപ്പെടുന്നവനായ അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഈ അവസാന 10 ദിനങ്ങളിൽ ഉണ്ടാകണം. ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കാത്തവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആക്ഷേപിച്ചതായി കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال دخل رمضان فقال رسول الله صلى الله عليه وسلم അല്ലാഹു റസൂൽ പറയാണ്, റമദാനിലേക്ക് പ്രവേശിച്ചാൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ഹാദ الشهر قد حضركم وفي الليلة خير من 1000 شهر من هرمها فقد هرم الخير كله ولا يهرم خيرها إلا محروم. ഈ മാസം തീർച്ചയായും ഈ പരിശുദ്ധമായ ഈ മാസം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയാണ് അതിലുള്ളത്. അത് തടയപ്പെട്ടവൻ ആർക്കാണോ അത് ലഭിക്കാതെ പോയത്, അല്ലാഹു ആരിൽ നിന്നാണ് അത് തടയപ്പെട്ടത്, അവർക്ക് ഖൈർ മുഴുവൻ തടയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ? അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്നതാണ് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അവസാന 10 പള്ളിയിൽ ഇത്തികാഫിരിക്കലും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കലുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. പ്രാർത്ഥന എന്നത് ഇന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? അതിന് പ്രാർത്ഥന എന്ന പേരിട്ട്, പ്രാർത്ഥനാ സദസ്സ് എന്ന പേരിട്ട് ജനങ്ങളെ പള്ളികളിൽ നിന്നും അകറ്റുകയും, പള്ളികളിൽ നിന്ന് അകറ്റി സ്ഥിരപ്പെട്ട സുന്നത്തുകളിൽ നിന്നെല്ലാം അകറ്റുകയും, പാടത്തും പറമ്പിലുമായി ഒരുമിച്ച് കൂടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയില്ലാത്ത ഇങ്ങനെയുള്ള പുത്തനാചാരങ്ങളെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റയിട്ട രാവുകളിൽ ജനങ്ങളുടെ ആശയത്തെയും ജനങ്ങളുടെ കീശയെയും എല്ലാം ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗത്തെ നമ്മൾ കരുതിയിരിക്കണം.
ആ പുരോഹിത വർഗത്തിന്റെ കെണിയിൽപ്പെട്ട് വിശ്വാസികൾ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളെ നഷ്ടപ്പെടുത്തി പോകാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെടുന്നത് അളവറ്റ പുണ്യത്തിന്റെ സന്ദർഭങ്ങളാണ് എന്ന ആ ഒരു ബോധം നമുക്കുണ്ടാകണം. പരലോക രക്ഷ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ അവർ നിലകൊള്ളേണ്ടുന്നത് പ്രമാണങ്ങളുടെ പക്ഷത്താണ്. അല്ലാഹുവിന്റെ റസൂലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും എന്തെന്നാണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലപ്പുറത്തേക്ക് പുതിയ പുതിയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കണ്ടാൽ നല്ല രസമുള്ള, ഭംഗിയുള്ള, ആകർഷണീയമായ, നല്ലതല്ലേ, പുണ്യം ലഭിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് പല ആളുകളും ദീനിലേക്ക് പലതും പല കാലഘട്ടങ്ങളിലും കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കണം. അങ്ങനെ പ്രവാചകന്റെ സുന്നത്ത് അനുധാവനം ചെയ്ത് പള്ളികളിൽ ഇരിക്കാൻ പ്രവാചകൻ പറഞ്ഞാൽ പള്ളിയിലിരിക്കണം. പാടത്തേക്ക് പോകാൻ പറയുമ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഈദ്ഗാഹിന്റെ ദിവസങ്ങളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇതിനൊക്കെയാണ് പാടവും പറമ്പും ഗ്രൗണ്ടും ഉപയോഗിക്കേണ്ടത്. എന്നാൽ ആ ദിവസങ്ങളിൽ പള്ളിയിലേക്ക് വരികയും പ്രവാചകൻ എന്തൊന്ന് പറഞ്ഞോ അതിന് നേരെ എതിർ പ്രവർത്തിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ നമ്മളുണ്ടാകരുത്. അതുപോലെ ഈ അവസാനത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പശ്ചാത്താപമാണ്. ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങുക എന്നതാണ്. മടങ്ങേണ്ട സമയമാണ് അവസാന 10. ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയി എന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ട കാര്യമല്ല. കാരണം പാപങ്ങൾ ചെയ്യാത്തവനായി ഒരാളുമില്ല. ആദം സന്തതികൾ മുഴുവൻ പാപം ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. എന്നാൽ ആ ചെയ്തുപോയ പാപങ്ങളിൽ അല്ലാഹുവിനോട് മനമുരുകി ആത്മാർത്ഥമായി ആരാണോ തൗബ ചെയ്യുന്നത്, പശ്ചാത്തപിച്ച് മടങ്ങുന്നത്, അവരാണ് പാപികളിൽ ഏറ്റവും ഉത്തമരെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തുപോയ പാപങ്ങളിൽ മാപ്പ് ചോദിക്കാതെ അതിൽ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപങ്ങൾ ചെയ്യുകയില്ല. ചെയ്തു പോയതിനെ കുറിച്ച് ആലോചിക്കുകയും വന്നുപോയല്ലോ, സംഭവിച്ചു പോയല്ലോ എന്നതിനെ കുറിച്ചുള്ള ആ ഒരു മനപ്രയാസമുണ്ടായി അല്ലാഹുവിനോട് ചോദിക്കുക, പറയുക. നിരാശപ്പെടേണ്ടതില്ല. പാപങ്ങൾക്ക് പരിഹാരം അത് പശ്ചാത്താപമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആശ്വാസകരമായ വചനമുണ്ട്. ആയത്തുർ റജാ എന്നാണ് ആ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിച്ചത്. പ്രതീക്ഷയുടെ ആയത്ത് എന്നാണ്. എന്താണ് ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു വിളിക്കുകയാണ്, ഖുൽ നബിയെ പറയുക, യാ ഇബാദി യാ ഇബാദി യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എന്റെ അടിമകളെ എന്നാണ് അല്ലാഹു വിളിക്കുന്നത്. എങ്ങനെയുള്ള അടിമകളെയാണ് വിളിക്കുന്നത്? നന്മകൾ മാത്രം ചെയ്ത അടിമകളെയല്ല, സ്വന്തം ആത്മാക്കളോട്, സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, പാപം ചെയ്തവരെ, കുറ്റം ചെയ്തവരെ, തിന്മകൾ ചെയ്തവരെ, അതിൽ ചെറുതും വലുതൊന്നുമില്ല. എത്ര വലിയ പാപം ചെയ്താലും, എത്ര വലിയ തിന്മ ചെയ്താലും അല്ലാഹു വിളിക്കുകയാണ്, കുറ്റം ചെയ്തവരെ, പാപം ചെയ്തവരെ. അങ്ങനെ പാപം ചെയ്തു പോയ എന്റെ ദാസന്മാരെ, നിങ്ങൾ ലാ തഖ്നതു, ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് നിരാശ വേണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്താ? ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന്
പാപങ്ങളെ എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാ പാപങ്ങളും. അതുകൊണ്ട് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചെയ്തു പോയ തിന്മകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, അത് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ ഏത് പാപവും, എത്ര വലിയ പാപമാണ്, ഏറ്റവും വലിയ പാപം ശിർക്കാണ്. ആ ശിർക്ക് ചെയ്തവൻ പോലും അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അല്ലാഹു പുറത്തു തരും. കൊലപാതകം ചെയ്താൽ, വ്യഭിചരിച്ചാൽ, കള്ളു കുടിച്ചാൽ, ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്തു പോയാൽ അതൊക്കെ അല്ലാഹു പുറത്തു തരും. അതാണ് 100 ആളെ കൊന്ന ആളുകൾ, ആ ആൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് മാപ്പാക്കി അയാളെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയച്ച ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. 100 ആളെ കൊന്ന ആൾ, അയാൾക്ക് ആത്മാർത്ഥമായി ഖേദമുണ്ടായതാണ്. ആ ഒരു ഖേദമുണ്ടായാൽ സഹോദരങ്ങളെ, നമ്മളുടെ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കണം. അങ്ങനെ നഷ്ടപ്പെടുന്നവരിൽ നമ്മൾ ഉണ്ടായിക്കൂടാ. കാരണം റമദാൻ തീരും മുമ്പ് പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ഈ പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് അവസാനിച്ചു പോയത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖുതുബക്ക് വേണ്ടി മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പ്രവാചകൻ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. ആ സംഭവത്തിൽ അവിടുന്ന് പറഞ്ഞു, മൻ അദ്റക ശഹറ റമദാന ഫലം യുഗ്ഫർ ലഹു ഫദഖല النار ഫഅബഅദഹു അല്ലാഹ്. ഒരാൾ അയാൾക്ക് റമദാൻ ലഭിക്കുകയും റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു, എന്നിട്ട് ആ റമദാനിലൂടെ അദ്ദേഹം കടന്നുപോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് അദ്ദേഹത്തിൽ നിന്ന് റമദാൻ വിട പറഞ്ഞു പോയത് എങ്കിൽ അവിടുന്ന് പറഞ്ഞത് അവൻ നരകത്തിൽ പ്രവേശിച്ചു പോകുമെന്നാണ്. മാത്രമല്ല അല്ലാഹു അവനെ വിദൂരമാക്കി എന്നാണ്. ദൂരസ്ഥലത്തേക്ക് അല്ലാഹു അവനെ പരിഗണിക്കപ്പെടാതെ അല്ലാഹുവിന് അത്തരം ആളുകൾ വേണ്ട എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ورعم أنف رجل دخل عليه رمضان ثم انسلخ قبل أن يغفره له. ഒരുവനിലേക്ക് റമദാൻ പ്രവേശിക്കുകയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും മുമ്പ് അത് അവരിൽ നിന്ന് ആ റമദാൻ ഊരിയെടുക്കുകയും ചെയ്താൽ, റമദാൻ അവരിൽ നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്താൽ പാപങ്ങളൊന്നും പുറത്തിട്ടില്ല. ചെയ്ത പാപങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. അതൊന്നും അല്ലാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കാതെ പാപമോചനം തേടാതെയാണ് ആ റമദാൻ കഴിഞ്ഞു പോയത് എങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ ശപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയണം. മാപ്പ് നൽകാൻ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കമാണ്. അല്ലാഹു റെഡിയാണ് മാപ്പ് നൽകാൻ. പാപികളാണ് എങ്കിൽ അവൻ പൊറുത്തു തരുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. നമ്മൾ ചോദിക്കാൻ റെഡിയാകണം. മാപ്പിരക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അതുകൊണ്ട് പശ്ചാത്തപിക്കുകയും പശ്ചാത്താപത്തിന് പാപത്തിന്റെ പരിഹാരമാണ്. പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, തൗബ ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായ്ക്കപ്പെടാത്ത തിന്മകളൊന്നുമില്ല. അത്തായിബു മിനദ്ദൻബി കമൻ ലാ ദംബ ലഹു. തിന്മകളിൽ നിന്ന് തൗബ ചെയ്താൽ തിന്മയില്ലാത്തവനെ പോലെയാണ്. ഒരാൾ തിന്മ ചെയ്തു, തെറ്റ് ചെയ്തു, അയാൾ ആ തിന്മയിൽ നിന്ന് അല്ലാഹുവിനോട് മനമുരുകി ചോദിച്ചു,
അത് അള്ളാഹുവിന് പുറത്തു കൊടുത്താൽ അവൻ തിന്മ ചെയ്യാത്തവരെ പോലെയാണ് അള്ളാഹു പരിഗണിക്കുക. മാത്രമല്ല, ഒരാൾ തിന്മ ചെയ്തു, ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിച്ചു, അള്ളാഹു അവന് പുറത്തു കൊടുക്കുക മാത്രമല്ല, ആ തിന്മക്ക് പകരം അള്ളാഹു നന്മയാണ് രേഖപ്പെടുത്തി കൊടുക്കുക എന്ന്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള റബ്ബ് നമ്മുടെ കാത്തിരിക്കുമ്പോ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമുക്ക് ചോദിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് മനമുരുകി ചോദിക്കാൻ സാധിക്കണം. തൗബയുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ഖുത്ബ കൊണ്ടൊന്നും തീരുന്നതല്ല. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന അത് തന്നെ പാപമോചനത്തിന്റെ പ്രാർത്ഥനയാണ്. നാം പറഞ്ഞു വന്നു, റമളാനിലെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ രാത്രികളിൽ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ അത് നമുക്ക് ഉറക്കമൊഴിച്ച് ഒരുങ്ങി തയ്യാറായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അത്തായത്തിന്റെ നേരങ്ങളിൽ ധാരാളമായി മഗ്ഫിറത്ത് വർദ്ധിപ്പിക്കുക. പിന്നീടാകാം എന്ന് പറഞ്ഞു വൈകിപ്പിച്ചാൽ സഹോദരങ്ങളെ സാധ്യമല്ല. എപ്പോഴാണ് മരണം വരിക എന്ന് നമുക്കൊരാൾക്ക് പറയാൻ സാധിക്കുന്നതല്ല. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് വരാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഖബറുകളിലാണ്. നാളെ നമ്മളും അവരുടെ വഴിയിലേ പോകേണ്ടവരാണ്. നമ്മളിപ്പോ ആരോഗ്യത്തോടെ കൂടെ ഒക്കെ ഉണ്ടാകാം. മരണത്തിന് രോഗം ഒരു കാരണമല്ല. ഏത് സമയവും മരണം സംഭവിക്കാം. അതുകൊണ്ട് ആ മരണം മലക്കുൽ മൗത്ത് വന്ന് നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്ന ആ മരണം നമ്മുടെ തൊണ്ടക്കുഴിലെത്തുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാർ നടത്തണം. മരണം തൊണ്ടക്കുഴിലെത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ബോധ്യപ്പെടും. ഫിർഔന് ബോധ്യപ്പെട്ടതാണ്. ഫിർഔൻ മാപ്പ് ചോദിച്ചതാണ്. പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തില്ല. കാരണം തൗബ തടയപ്പെടുന്ന രണ്ട് സമയങ്ങൾ. ഒന്ന്, മരണം തൊണ്ടക്കുഴിലെത്തുമ്പോ ബോധ്യപ്പെടും തെറ്റിലായിരുന്നു, കുറ്റങ്ങളിലായിരുന്നു, അള്ളാഹുവിനോട് പാപമോചനം തേടാമായിരുന്നു എന്ന ആ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന സമയമാണ് മരണത്തിന്റെ സമയം. ആ സമയം അള്ളാഹു പരിഗണിക്കപ്പെടുകയില്ല. രണ്ടാമത്തെ സമയം സൂര്യൻ അസ്തമിക്കുന്നത്. ആ അസ്തമിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ സമയത്ത്. ആ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്നത്. സക്കാത്ത് കൊടുത്തു വീട്ടൽ ഓരോ വിശ്വാസിയുടെയും മേൽ ബാധ്യതയുള്ള നിർബന്ധമായ ബാധ്യതയാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിനോട് ചേർത്താണ് സക്കാത്തിനെയും പറഞ്ഞിട്ടുള്ളത്. സക്കാത്ത് നൽകാത്തവൻ അവൻ കുഫ്ർ ചെയ്യുന്ന ആളായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ്. സക്കാത്ത് എന്നത്, ആ സക്കാത്ത് നൽകാൻ റമദാൻ മാസം എന്നത് അതിന് യാതൊരു റമദാനും സക്കാത്തിനും യാതൊരു ബന്ധവുമില്ല. പല ആളുകളും റമദാൻ മാസം സക്കാത്തിനൊരു മാസമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതങ്ങനെയല്ല. ഒരാളുടെ നിസാബ് എത്തുന്നത് വർഷം കണക്ക് കൂട്ടുമ്പോൾ ഒരാളുടെ നിസാബ് എത്തുന്നത് റമദാനിലാണ് എങ്കിൽ റമദാനിൽ കൊടുക്കണം. അത് ശഅബാനിലാണെങ്കിൽ ശഅബാനിൽ കൊടുക്കണം. ഒരാളുടെ നിസാബിന്റെ സമയം എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് കൊടുക്കുക എന്നതാണ്. സക്കാത്ത് നൽകേണ്ടത് അത് ഇംഗ്ലീഷ് മാസത്തിന്റെ ആ ഒരു വർഷം കണക്ക് കൂട്ടിയിട്ടല്ല, അറബി മാസം അനുസരിച്ചാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
സക്കാത്ത് കൊടുക്കാൻ അതിന്റെ സക്കാത്ത് ബാധകമാകുന്ന കാര്യങ്ങൾ സ്വർണം, വെള്ളി, അതുപോലെ കറൻസി, അതുപോലെ കച്ചവട സാധനങ്ങൾ, കൃഷി, കാലികൾ, അങ്ങനെയുള്ള വസ്തുക്കളാണ് സക്കാത്ത്. അതിന്റെ ശതമാനം നോക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വർണത്തിന്റെ നിസാബ് എന്നത് 85 ഗ്രാം സ്വർണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. വെള്ളി നമ്മളെ കയ്യിൽ 595 ഗ്രാം വെള്ളി നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. കറൻസിയാണ് ഉള്ളത് എങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ കറൻസി, അതിന്റെ മൂല്യം വരുന്ന പണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. കച്ചവടമാണ് എങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ മുതൽ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിനും നമ്മൾ സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം അതിന്റെ ഒരു മൂല്യം 2,40,000 രൂപയാണ്. അത്രയും രൂപ നമ്മുടെ കയ്യിൽ, നമ്മുടെ ചെലവൊക്കെ കഴിഞ്ഞ്, അത്യാവശ്യ ചെലവൊക്കെ കഴിഞ്ഞ് അത്രയും രൂപ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 100 രൂപയാണ്, 100 രൂപയുടെ 2.5% എന്ന് പറഞ്ഞാൽ 2 രൂപയും 50 പൈസയാണ്. അപ്പൊ അതിന്റെ സക്കാത്തിന്റെ ആ ഒരു ശതമാനം കണക്കാക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തുകയുടെ 2.5% കുറച്ച് പൈസയുള്ളൂ. നമ്മളൊന്ന് കണക്ക് കൂട്ടി ആ നിലക്ക് അതിന്റെ നിസാബ് കണക്ക് കൂട്ടി നമ്മൾ കൊടുക്കുന്ന ബാധ്യത നമ്മൾ തീർക്കണം. കാരണം അതിന്റെ 2.5% നമുക്ക് അർഹതപ്പെട്ടതല്ല, നമ്മളുടെ അല്ല. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, ഔദാര്യമല്ല. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് നമ്മൾ കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. ആർക്കാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 6-ാമത്തെ വചനം പോയി നമ്മൾ പരിശോധിക്കുക. ആ വചനത്തിൽ ആ കൊടുക്കേണ്ടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്തിന്റെ പണം അത് ആ പറഞ്ഞ ആളുകൾക്കല്ലാതെ മറ്റാർക്കും നമ്മൾ നൽകാൻ പാടില്ല. അങ്ങനെ നൽകിയാൽ അതൊരിക്കലും സക്കാത്തായി മാറുകയില്ല, നമ്മൾ സക്കാത്ത് വീടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്നത്. ഫിത്ർ സക്കാത്ത് റമളാനിന്റെ അവസാന നാളുകളിൽ സജീവമായി നടക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ഫിത്ർ സക്കാത്ത്. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ആ നോമ്പിൽ വന്ന പിഴവുകൾ, പാകപ്പിഴവുകൾ ഇത് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഇല്ലാതായി പോകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ സക്കാത്തിന് ആരാണോ അർഹർ അവർ തന്നെയാണ് ഫിത്ർ സക്കാത്തിന് അർഹരായ ആളുകൾ. നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്നത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക എന്നത്, ആ സിസ്റ്റം അല്ല. സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്കാണ് ഫിത്ർ സക്കാത്തും അർഹതപ്പെട്ടത്. അങ്ങനെ കൊടുത്താലേ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞതായി കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുൻഹത്തൻ ലിസ്സായിമി മിനൽ ലഅബി വറഫസി വതുഅമത്തൻ ലിൽമസാകീൻ. നോമ്പുകാരന്റെ ചെറുദോഷങ്ങൾക്കുള്ള ശുദ്ധീകരണമായും സാധുക്കൾക്കുള്ള ഭക്ഷണമായും സകാത്തുൽ ഫിത്റിനെ അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. ചെറിയ പാപങ്ങൾക്കുള്ള അതിന്റെ പരിഹാരമാണത്. അതുപോലെ സാധുക്കൾക്ക് അന്നത്തെ ദിവസം അവർ ഭക്ഷണം കഴിക്കാത്തവരായി ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർബന്ധമാക്കിയതെന്നാണ്. സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 6-ാമത്തെ വചനം അത് ഓതി അർത്ഥം പറയാത്ത സമയത്തിന്റെ ഒരു ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അത് പരിശോധിക്കണം. അതുപോലെ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് അത് കൊടുക്കേണ്ടത്. അതിന് ശേഷം കൊടുത്താൽ അത് സ്വതക്കയായിട്ടാണ് പരിഗണിക്കുക. ഏറ്റവും കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ ആയി എന്ന് മാസം കണ്ടു കഴിഞ്ഞാൽ റമദാൻ അവസാനിച്ച അന്നത്തെ ദിവസം ആ മഗ്‌രിബ് മുതൽ സുബ്ഹി വരെയുള്ള സമയം
അതാണ് ഏറ്റവും അഫ്ളലായ സമയം. എന്നാൽ റമദാനിന്റെ പെരുന്നാളിന്റെ 1-2 ദിവസം കൊടുക്കുന്നതിനും വിരോധമില്ല എന്നതും നാം മനസ്സിലാക്കണം. ഏറ്റവും അഫ്ളൽ മാസം കണ്ടതിന് ശേഷം പെരുന്നാൾ മുസല്ലയിലേക്ക് വരുന്നതിന്റെ ആ തൊട്ട് മുമ്പുള്ള സമയമാണ് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ അളവ് 4 മുദ്ദാണ്. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒറ്റ മനുഷ്യൻ അയാളുടെ ഒരു 2 കൈയും കൂട്ടിപ്പിടിച്ച് 4 കോരൽ കോരിയാൽ അതാണ് ഒരു സ്വാ. ഏകദേശം 2.5 കിലോ. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 3 കിലോ ഒക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോ 2.5 കിലോ വരെ അല്ലെങ്കിൽ 3 കിലോ അതിൽ കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിത്ർ സക്കാത്താവില്ല. പിന്നെ എത്രയും കൂടിയാൽ അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമുക്ക് കൂടുതൽ കൊടുക്കാവുന്നതാണ് എന്നുകൂടെ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സംഘടിതമായാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടത്. ഒറ്റക്കും നമ്മൾ വിതരണം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു ഇവിടെ ഫിത്ർ സക്കാത്ത് ഉണ്ടോ? അപ്പൊ അത് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ പെരുന്നാളിന്റെ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് വരെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന 10 ദിനങ്ങൾ കൂടുതൽ സജീവരായി ധാരാളമായി നന്മകളിലേക്ക് മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റയ്യാൻ എന്ന സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ആ സ്വർഗീയമായ ഏറ്റവും ഉന്നതമായ ആസ്വാദനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നരകത്തിന്റെ അഗാധമായ ഭീകരമായ ഭീതിതമായ അവസ്ഥകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കൂട്ടുകാർ, നാട്ടുകാർ അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണ റഹ്മാനെ, മർഹമത്ത് നൽകണ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ പ്രയാസങ്ങൾക്ക് നിശ്ചിപ്പ് നൽകണ റഹ്മാനെ. വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾക്ക് പകരം അവരുടെ പാപങ്ങളെ മായ്ച്ചു കൊടുക്കണ റഹ്മാനെ. അവർക്ക് സ്വർഗം നൽകണ റഹ്മാനെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെ നീ ഏറ്റവും നല്ല രീതിയിൽ എളുപ്പത്തിൽ അതിനെ പരിഹാരം നൽകി അത് ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.